മനസ്സിലാക്കണില്ല. എന്ത് പറഞ്ഞാലും സമുദായം അനങ്ങണില്ല. അതൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഗൾഫിൽ പോയിട്ട് അബുദാബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാല് ഉറക്ക് ഊണില്ലാണ്ട് ഉണ്ടാക്കിയാൽ കാശാണ്. ഇതൊക്കെ ഇങ്ങനെ കുറെ എത്തിമക്കൾ കൊടുക്കണം, പാവങ്ങൾ കൊടുക്കണം, പുക്കറാക്കൾ കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഏതെങ്കിലും ഒരു ചെറിയ താടിയും വെച്ചൊരു മൂലരുട്ടി വന്ന് പറഞ്ഞാൽ കൊടുക്കാനേ ഇതെന്താ ഞാനെന്താ വിദ്യ? ഇതാണ് ചിന്ത. സൂക്ഷിച്ചോളയും. ഇതിനപ്പുറം പ്രശ്നങ്ങൾ വേറെ വരാനുണ്ട്. ഞാനിത് സക്കാത്ത് കൊടുത്താൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു ഏകദേശ ചിത്രം ഇസ്ലാമികമായ ശരീഅത്തിലൂടെ ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ട 3-4 കാര്യങ്ങൾ മാത്രം പറയണം. ഇനി ഒരുപാട് എണ്ണി പറയാൻ ഒരുപാടുണ്ടാവും. അപ്പൊ വളരെ പ്രധാനമായി നടക്കുന്നത് സമ്പത്തിന്റെ വളർച്ച നടക്കണോ, സമ്പത്തിലെ അഴുക്ക് മാറ്റണോ, കുടിക്കുന്ന വെള്ളം, അല്ലാതെ പറയാൻ സമയമില്ല. കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, പാത്രം വൃത്തി വേണ്ടേ, ആയിരിക്കുന്ന വസ്തു വൃത്തം വേണ്ടേ, ദാഹജലമാണെങ്കിലും എന്ത് ഡ്രിങ്ക്സ് ആണെങ്കിലും അതിന് വൃത്തിയും വെടുപ്പും വേണ്ടേ. അതിൽ അഴുക്ക് കലർന്നതാണെങ്കിൽ ആരാ കുടിക്കുക? എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിൽ കലർപ്പുണ്ടോ പൊടിയുണ്ടെങ്കിൽ മാറ്റിവെക്കുന്ന നമ്മളുടെ മൊത്തം സമ്പത്ത് പാവപ്പെട്ടവരുടെ കറകളും അഴുക്കും ചളിയും നിറഞ്ഞ് അത് വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും വാരി തിന്നും വീടുണ്ടാക്കിയും തൊടി വാങ്ങിയും വിലസി നടക്കുമ്പോൾ നമ്മൾ മൊത്തം അഴുക്ക് പേറിയവനാണ്. മനസ്സിലായോ? ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അഴുക്ക് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മൊത്തം അവന്റെ സമ്പത്ത് മുഴുവനും ചളിയാണ്. പാവപ്പെട്ടവന്റെ കറയാണ്, ചളിയാണ്, അഴുക്കാണ്. അവൻ തിന്നണതും ഉടുക്കണതും നടക്കുന്നതും ഒക്കെ. അതാണ് സാമ്പത്തികമായ ശുദ്ധീകരണം. ശുദ്ധീകരിച്ചേ പറ്റൂ. എങ്ങനെ, ഏത് രീതിയിലുള്ളത് ഇനി അടുത്ത അവസരങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ സക്കാത്ത് കൊടുത്താൽ ഇത് സംഭവിക്കുകയാണ്. പിന്നെ സമൂഹത്തിൽ നിന്ന് ഇപ്പൊ സാമ്പത്തികമായ ഔന്നിത്യവും താഴ്ചയും എന്ന് പറഞ്ഞാൽ ആ വകഭേദങ്ങൾ, വ്യത്യാസങ്ങള്, ഇത് അള്ളാഹുവിന്റെ പ്ലാനാണ്. അതിന് ഖുർആനിലെ നിയമങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ചിലരെ പണക്കാരാക്കിയത്, എന്തുകൊണ്ടാണ് ചിലർ കാശ് കൊടുക്കാത്തത്, കൊടുത്തത് എന്തിനാണ്, ഒക്കെ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്. മനസ്സിലായോ? അത്ഭുതമാണ് അതൊക്കെ. ഒരാൾക്കും അങ്ങോട്ട് ചിന്തിച്ചെത്താൻ കഴിഞ്ഞിട്ട് അത്ഭുതങ്ങളാണ്. അതാണ് സത്യം. അപ്പോ സമുദായത്തിലെ ദുരിത നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പട്ടിണി ഇല്ലാതാക്കൽ, സമുദായത്തിൽ ക്ഷേമമുണ്ടാക്കൽ, ഇതൊക്കെ കുടിക്കാൻ വെള്ളം, കിടക്കാൻ കിടപ്പാടം, ആഹരിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം, മറ്റു കാര്യങ്ങളൊക്കെ ഇത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിവില്ലാത്ത, അതിന് വികലാംഗനായിട്ടോ ബുദ്ധിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സാഹചര്യമില്ലാഞ്ഞിട്ടോ എങ്ങനെയായിട്ടോ അള്ളാന്റെ പരീക്ഷണമായിട്ടോ ഒരു ദരിദ്രനായി, പട്ടിണിഭാവമായി, വരുമാനമില്ലാത്തവനായി സമുദായത്തിൽ കഴിഞ്ഞുകൂടുന്ന 100 കണക്കിന് ആൾക്കാർക്ക് നമ്മോടൊപ്പം ജീവിക്കാൻ, നമ്മളെപ്പോലെ വിശപ്പടക്കാൻ, പണക്കാരെ പോലെയല്ലെങ്കിലും സമ്പന്നനെ പോലെയല്ലെങ്കിലും വെയിൽ കൊള്ളാതെ, കാറ്റുകൊള്ളാതെ, മഞ്ഞുകൊള്ളാതെ വട്ടമറച്ചെങ്കിലും കിടക്കാൻ, അവനെപ്പോലെ വാഹനത്തിൽ പോകാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും വാഹനത്തിൽ വാടകയ്ക്കെങ്കിലും പോകാൻ, അല്ലെങ്കിൽ മറ്റവനെ പോലെ ബിസിനസ് നടത്താൻ കഴിയില്ലെങ്കിലും ഒരു കൊട്ട മത്സ്യമെങ്കിലും വാങ്ങി കച്ചവടം ചെയ്ത് ജീവിക്കാൻ. ഇങ്ങനെ സമുദായത്തിന്റെ മൊത്തമായ പുരോഗതി, മൊത്തമായ ക്ഷേമം, ഇത് നടന്ന ചരിത്രം ഇസ്ലാമിലുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ വിഷയം ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് അവതരിപ്പിക്കാം. ഏതെങ്കിലും ഒരു മഹല്ലിൽ ഒരു ചാലഞ്ചായിട്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറുണ്ട്? ഏതെങ്കിലും ഒരു മഹല്ലിൽ ഒരു 10-15 ആൾക്കാർ ഒരുങ്ങിയാൽ ഒരു 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 6 കൊല്ലം കൊണ്ട് 10 വർഷം വേണ്ട, ആ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും മാന്യമായി എണീച്ച് നടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും. സാമ്പത്തികമായി പദ്ധതി എന്റെ മനസ്സിലുണ്ടാക്കിയത് ഞാൻ അവതരിപ്പിച്ചു തരാം. നിങ്ങൾക്ക് തയ്യാറുണ്ടോ എന്നാ ചോദ്യം. ചാലഞ്ചായിട്ട് എടുക്കാൻ ഉണ്ടായില്ലേ? ഇറാഖിലെ സമ്പത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ മദീനയിൽ കൊടുത്തയച്ചു ഉമർത്താവ് ചീത്ത പറഞ്ഞില്ലേ? എന്തിനോ അങ്ങോട്ട് കൊടുത്തയച്ചു, അവിടെ കൊടുക്കാനല്ലേ പറഞ്ഞു. ഖലീഫ അവിടെ വാങ്ങാൻ ആളില്ല എന്നാ മറുപടി. മനസ്സിലായെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഞാൻ പറഞ്ഞു വരുന്നത്. 5 കൊല്ലം 10 കൊല്ലം വേണ്ട. ഏതെങ്കിലും ഒരു മഹല്ല് മോഡൽ മഹല്ലായിട്ട് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഒരു 10-15 ആൾക്കാർ വേണം. നല്ലൊരു ടീം വേണം. ബോധമുള്ള, ഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള 10-15 ആൾക്കാർ. അതിന്റെ രൂപരേഖ വേണ്ടി നമുക്ക് ഒരു ക്ലാസ് തന്നെ അതാക്കാം ഇൻഷാ അല്ലാഹ് പിന്നീട്. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്ഷേമമുണ്ടാക്കൽ, പട്ടിണി ഇല്ലാതാക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ഈ പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഇടയിലുള്ള വ്യത്യാസം, ആ വര ഇല്ലാതാക്കൽ. നാട്ടിലൊരു രേഖ വരച്ചു വെച്ചിരിക്കുകയാണ്, ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആൾക്കാരെ ശരിയാക്കലാണ്. നമുക്ക് ആ രേഖ വേണ്ട. നമുക്കങ്ങനെ രേഖയില്ല, ആ രേഖയേ ഇല്ല. എല്ലാവരും പരസ്പര സ്നേഹം, സാഹോദര്യം, സഹകരണം, വിട്ടുവീഴ്ച. ഇപ്പൊ നടക്കണെന്താ? പണക്കാരനെ കണ്ടാ അസൂയ. പണക്കാരനെ എങ്ങനെ കൊല്ലണം, അവന്റെ മകളെ പിടിക്കണം, മകനെ പിടിക്കണം, തട്ടിക്കൊണ്ടുപോകണം, വിലപേശണം. പാവപ്പെട്ടവന്റെ ചിന്ത മുഴുവൻ അങ്ങനെയാണ്. എന്താ വരാൻ കാരണം?
വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കണം. അവര് സുഖിയന്മാർ, ആഡംബര ജീവിതക്കാര്, നമ്മളെ കാണുന്നില്ല, നമ്മളെ നോക്കണില്ല. അതാണ് കാരണം. നോക്കണം, കാണണം. എപ്പ കാണും, എപ്പ നോക്കും? ഈ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നാൽ അവന് നോക്കി നടക്കും പണക്കാരും. പാവപ്പെട്ടവൻ എവിടെയെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കും. മനസ്സിലായോ? അതിന് ഹൃദയത്തിൽ ചില സാധനം കേറണം. അപ്പൊ നടക്കും. അപ്പൊ സമുദായത്തിന്റെ മൊത്തമായ ക്ഷേമവും എല്ലാവിധ ദുരിതവും പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിന്നുള്ള അവരുടെ ഉയർച്ചയും ഇത് പൂർണ്ണാർത്ഥത്തിലാക്കാൻ അള്ളാഹുവിന്റെ സഹായം വേണം. നിങ്ങൾക്കറിയാം, നമ്മൾ പദ്ധതി ഇട്ടുകൊണ്ട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അറിയാലോ, അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി അത് നടപ്പാക്കാൻ കഴിയും. അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിലൂടെ നീങ്ങുകയാണെങ്കിൽ ഞാനും നിങ്ങളും ഒറ്റപ്പെട്ട വ്യക്തികളാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് കൊണ്ടും സമുദായത്തിന് എഴുന്നേറ്റ് നടക്കാൻ, ഇസ്സത്തുള്ള ഒരു സമുദായമായി നടക്കാൻ ഈ ലോകത്ത് കഴിയുക എന്നത് നമുക്ക് തന്നെ അന്തസ്സല്ലേ? അത് ആണ്. അതാണ് ഇസ്ലാം പറയുന്നത്. സുന്ദരമായ സൗധം 5 തൂണിൽ ഒരു കാറ്റിലും ഇളകാതെ, ഏത് കൊടുങ്കാറ്റ് വന്നാലും ഇളകാതെ, ആർക്കും പരിഹസിക്കാൻ അവസരം കൊടുക്കാതെ ശക്തമായ 5 തൂണിൽ ഭദ്രമായി നിലനിൽക്കുന്ന കെട്ടിടം. സക്കാത്ത് എന്ന തൂണ് തകർന്നു നിൽക്കുകയാണ്. ഇപ്പോ ബിൽഡിംഗ് പൊളിഞ്ഞു നിൽക്കുകയാണ്. എപ്പോഴും വീഴാം, എപ്പോഴും വീഴാം. അതിന്റെ എല്ലാ ദുരിത ഫലങ്ങളും സമുദായം അനുഭവിക്കണം. അത് മറ്റൊരു വിഷയമാണ്. അപ്പോ ഇത് സംഭവിക്കുന്നു. പിന്നെയോ ഇതുകൂടി പറഞ്ഞിട്ട് ആ കൊടുക്കുന്ന കാര്യം ഞാൻ അവസാനിപ്പിക്കാം. കൊടുത്താൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു 5 കാര്യം ഞാൻ നോട്ട് ചെയ്ത് വന്നത് അവതരിപ്പിച്ചു. 5ാമത്തത് നരകശിക്ഷയിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യവും. 2 ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ വിശദീകരിക്കില്ല. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് കൊണ്ട് ഇത് ഹദീസ് നിങ്ങൾ കേട്ടോളൂ. മൻ ഫാറക ദുനിയ അലൽ ഇഖ്ലാസി ലില്ലാഹി വഇബാദതിഹി ലാ യുശ്രികു ബിഹി വഅഖാമ സ്വലാത വആത സകാത ഫാറഖഹ വല്ലാഹു റാളിൻ അൻഹു. ഈ പറയുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉള്ള എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? എന്നെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെടണം, അല്ലേ? ഖുർആനിലെ സൂറത്തുൽ ബയ്യന വായിക്കുമ്പോൾ അവസാനം കേട്ടു റളിയല്ലാഹു അൻഹും റളു അൻഹു എന്ന് കേട്ടിട്ടില്ലേ? അവരെ കുറിച്ച് അള്ളയും തൃപ്തിപ്പെട്ടു, ഇവർ അങ്ങോട്ടും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ഈ രീതിയിൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹു നമ്മളെക്കുറിച്ച് തൃപ്തിപ്പെട്ടവനായി ഈ ഭൂമുഖത്ത് നിന്ന് വേറിട്ട് പോകാൻ എങ്ങനെ കഴിയും എന്നതിന് ഉത്തരം താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. വേണമെങ്കിൽ ശ്രദ്ധിച്ചോളയും. ഈ അബുദാബിയിൽ നിന്നാണ് നമ്മൾ ജീവൻ പടിഞ്ഞു പോകുന്നതെങ്കിൽ, അല്ല നാട്ടിൽ പോയിട്ടാണെങ്കിൽ എവിടെ വെച്ചിട്ടാണെങ്കിലും റൂഹ് പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അള്ളാഹു സംതൃപ്തനായിക്കൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് മരണത്തിലേക്ക് പോകാൻ അതിനുള്ള വഴി ഇതാ അള്ളാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് ലോകത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് ഏറ്റെടുക്കാൻ വിശ്വാസികൾ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം.